രാഷ്ട്രീയത്തിൽ നിന്നല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാത്രമാണ് മാറി നിൽക്കുന്നതെന്ന് തൃപ്പൂണിത്തുറ എംഎൽഎ കെ ബാബു ന്യൂസ് മലയാളത്തോട്. വ്യക്തിപരമായ കാരണങ്ങളാലാണ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പിൽ നിന്നും മാറി നിൽക്കുന്നത്. നിയമസഭാ സമ്മേളനത്തിലെ അവസാന ദിവസവും പങ്കെടുക്കാൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്നും മന്ത്രി MP രാജേഷിന്റെ പരിഹാസം അല്പത്തരമായി മാത്രമേ കാണുന്നുള്ളൂവെന്നും കെ ബാബു പറഞ്ഞു. തൃപ്പൂണിത്തുറ MLAയും മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന കെ ബാബു ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് ഇല്ല എന്നുള്ളൊരു പ്രഖ്യാപനത്തിലേക്ക് എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ ജീവിതം അവസാനിക്കുകയല്ല, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിക്കണമെന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് ഇല്ലെന്ന് ഞാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടി നേതൃത്വം ഒന്നടങ്കം എന്നിൽ വലിയ വിശ്വാസം അർപ്പിച്ചിരുന്നു. ഇത്തവണ ഞാൻ മത്സരിക്കണം, അവിടെ മത്സരിച്ചാൽ ജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എനിക്കും നല്ല ബോധ്യമുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായ കാരണങ്ങളാൽ ഇനി മത്സരിക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഇല്ലെന്ന് പ്രഖ്യാപിച്ചു. അവസാന നിയമസഭാ സമ്മേളനത്തിലാണ് ഇന്ന് പങ്കെടുത്തതല്ലേ? ഇപ്പം അവസാന നിയമസഭാ സമ്മേളനത്തിൽ വരെ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഭാഗ്യമാണല്ലോ. ഈ 15ാം കേരള നിയമസഭയുടെ അവസാന സമ്മേളനത്തിലും അവസാനം പ്രതിപക്ഷത്തു നിന്ന് സംസാരിച്ച് പിരിയാൻ സാധിച്ചു എന്നുള്ളത് വലിയ അഭിമാനം തന്നെയാണ്. പക്ഷെ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇന്ന് രാവിലെ ഇപ്പോൾ മന്ത്രിയായിട്ടുള്ള MP രാജേഷ് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നത്. സമാശ്വാസം എന്നല്ല, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് സമാശ്വാസമായിട്ടാണ് ഈ ചുമതല നൽകിയിരിക്കുന്നതാണ് മന്ത്രിയുടെ പരിഹാസം. അല്പത്തരം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അദ്ദേഹത്തിൻ്റെ അല്പത്തരമാണ്, അല്ലാതെ എന്താ, അതൊക്കെ അല്പത്തരമാണ്, അല്ലാതെ വേറെ ഒന്നും പറയാം. ഈ തൃപ്പൂണിത്തുറയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പകരം ഒരു സ്ഥാനാർത്ഥി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടോ? പകരം സ്ഥാനാർത്ഥി ഒരു ഉചിതമായ തീരുമാനം പാർട്ടി നേതൃത്വം സ്വീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങോട്ട് നിന്ന് മാറി നിൽക്കുമ്പോൾ ഒരു വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെ നിർത്തണം, കാരണം UDFിൻ്റെ ഒരു ഉറച്ച മണ്ഡലം കൂടിയാണ്. ഞങ്ങളവിടെ വിജയിക്കും, നല്ലൊരു സ്ഥാനാർത്ഥിയെ പാർട്ടി നേതൃത്വം അവിടെ കൊണ്ടുവരും. ആ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ഞാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കും. ഇത്രത്തോളം ഒരു ഭരണമാറ്റത്തിലൊരു പ്രതീക്ഷയുണ്ട് ഇത്തവണ. തീർച്ചയായിട്ടും ഇതിൻ്റെ അന്തിമമായ തീരുമാനം എടുക്കുന്നത് ജനകീയ കോടതിയാണ്. ജനകീയ കോടതിയുടെ മുമ്പിൽ വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളാണ് വിജയിച്ചത്. ഏറ്റവും ഒടുവിൽ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉൾപ്പെടെ, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ നിലപാട് വ്യക്തമായി കഴിഞ്ഞു. ഈ ഗവൺമെൻറ് സാങ്കേതികമായി തുടരാം എന്നുള്ളതിൽ കവിഞ്ഞ് ഒരു കാര്യമില്ല. ജനങ്ങൾ കൗണ്ട് ഡൗൺ തുടങ്ങിയ ഒരു ഗവൺമെൻറ്റാണിത്. ഓക്കെ, താങ്ക് യു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുമ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല, ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കെ ബാബു അവസാന നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് മുന്നിൽ നിന്നും റിബിനൊപ്പം ദേവൻ MP ന്യൂസ് മലയാളം.